ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഞാനിപ്പോൾ ഇന്നുള്ളത് വെയിൽസിലെ പാർക്കിലാണ്. സൺഡേസിലും വീക്കെൻഡ്സിലും ഒക്കെ ഞങ്ങൾ ഇവിടെയാണ് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറ് കൂടുതലും. ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും. ഇതാണ് മെയിൻ ഗ്രൗണ്ട്. അപ്പോൾ വെറുതെ ഞായറാഴ്ച നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാൻ മാത്രമല്ല, ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ഫുട്ബോൾ കളിക്കുന്നതാണ് നമ്മുടെ ടീം. വിമലേട്ടാ, ഇറങ്ങാം. നല്ല അടിപൊളി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ്. വിമലേട്ടാ, എന്താ പരിപാടി? നല്ല ക്ലൈമറ്റാല്ലേ? അല്ലേട്ടാ, അതെന്ത് ചെയ്യുമോ? ഇവന്മാരെന്താ ചെയ്യുന്നത്? നമ്മളെ ടെന്നീസ് കളിക്കുന്ന എന്തോ പരിപാടിയാണ്. ഹാൻഡ് ടെന്നീസ്. കൊള്ളാം. ഷിഹാസ് പനിയാ? പനിയുള്ള ആളെന്താ? ഞങ്ങളുടെ വേറൊരു ടീംമേറ്റിനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ മടിയൻ. ഈ കാർഡിഫിലെ ഏറ്റവും വലിയ മടിയനാ. എവിടെയെങ്കിലും കൊണ്ട് ചാരി ഇരുത്തിയ അവിടെ ഇതാണ് കുട്ടി. അത് മറ്റേ ഇത് എറിഞ്ഞോ പിടിച്ചോ, ഇവരാണ് കുട്ടു. ഇൻകോസ്റ്റോസിനില്ല നെടുമുടി വരുന്നുണ്ടോ? നിങ്ങൾ നാശത്തിലേക്ക് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ഇവ പറയുന്ന അത് കളി അറിഞ്ഞൂടെ? മറ്റിങ്ങനെ എറിഞ്ഞിട്ട് ചാടി പിടിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇവിടുത്തെ മെയിൻ പാർക്ക് കാർഡിഫിലെ. ഇവിടെയാണ് കോളേജിൽ നിന്നും സ്കൂൾസിൽ നിന്നും പിള്ളേർ വരും. പിന്നെ ഇപ്പോൾ വീക്കെൻഡ്സിൽ പല രാജ്യക്കാരും ഒരുമിച്ച് വന്ന് കളിക്കും. ക്രിക്കറ്റ് കളിയും എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ് ഈ പാർക്ക് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. ഒന്നിത്, പിന്നെ ഒരു ഗെയിംസിനും ഒക്കെ ആയിട്ട് ടർഫും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാർക്ക് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പിള്ളേർക്കുള്ള പ്ലേ ഗ്രൗണ്ടും സ്വാൻസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ചുറ്റി കാണിച്ച് തരാം. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ വീടുകൾ കണ്ടോ? ഒരേപോലത്തെ വീടുകളായിരിക്കും ഇവിടെ എപ്പോഴും. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനത്തെ മോഡൽസ് ആണെങ്കിൽ വേറെ സൈഡിൽ പോയാൽ വേറെ മോഡലായിരിക്കും. പക്ഷേ ആ ഭാഗത്തുള്ള എല്ലാ വീടുകൾക്കും ഒരേ കൺസ്ട്രക്ഷനും സ്റ്റൈലും ആയിരിക്കും. അത് ഇവിടുത്തെ ഗവൺമെൻറ് ഒരു നിബന്ധന വെച്ച പോലെയാണ്. അതായത് മിഡിൽ പാർട്ടിൽ മോസ്റ്റ്ലി അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. ടെന്നീസ് കോർട്ട്, ബോളിംഗ് ഗ്രീൻ, ടോയ്ലറ്റ്സ്, പിന്നെ കുറേ കാര്യങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റിയ ഇങ്ങനൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ, ചേട്ടാ ഈ ഗ്രൗണ്ട് എന്തിൻ്റെ ഗ്രൗണ്ടാ? ഗോലി കളിയോ? ഗോലി കൊണ്ടാ കളിക്കുക അവര്? ഇത് വലിയൊരു ബോളുണ്ട്, ഒരു 6-7 ബോള്. ഓക്കെ, നമ്മൾ നാട്ടിൽ ഗോലി ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അടിച്ച് കളിക്കൂലേ, അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. ഉരുട്ടി കളിയാണ്. ഷിയാസൊക്കെ ഗോലി കളിക്കാറുണ്ടോ? ഇന്ന് ഇത് വയസ്സായ ആൾക്കാരെ കളിയാണ്. റിട്ടയർഡ് ടീമൊക്കെ ഇതെല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഗ്രാസ് ആണ്. നാച്ചുറൽ ഗ്രാസ് ആണെന്ന് തോന്നുന്നു. ഇതും ഇങ്ങനെ തന്നെ മെമ്പർഷിപ്പും കാര്യങ്ങളില്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ഇതിനു വേണ്ടി റാക്കറ്റ്സും സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ നോക്കുന്നൊരു കാര്യമാണ്. ഇൻഡോർ ഷൂസും റാക്കറ്റ്സും മെമ്പർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളൊക്കെ കയറി നമുക്ക് ചെയ്യാൻ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പക്ഷെ ഇവിടെ നടക്കാൻ നല്ല രസമായില്ല. ഇവിടെ കളിക്കാൻ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാനും സ്ഥലമില്ല. ജസ്റ്റ് ബാഡ്മിൻ്റൺ, മറ്റേ ബൗളിങ്, ഫാമിലി ഗാദറിംഗ്സിനൊക്കെ അല്ലേ? അതെ, ഇതൊക്കെ ഉണ്ട്. പുഴയൊക്കെ ഉണ്ട്. പുഴയോ? ഇതോടോ പുഴ? ഒരാളുടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാളുടെ കയ്യിൽ ഫുട്ബോളും
ഒരാളുടെ കയ്യിൽ ബാറ്റും. സംഭവം ഞാൻ ആദ്യം വന്നതാ പാർക്കിൽ ബോളായിട്ട്, അതിനുശേഷമാണ് ബാറ്റും കൊണ്ട് വരിക. കഴിഞ്ഞ ആഴ്ച കുറെ പേരെന്നെ പറഞ്ഞു ഇന്ന് അവന്മാരെല്ലാം 6 അടിക്കും. 2 കളി ഡക്ക്. ആദ്യത്തെ ഒരു കളി കുറ്റി തെറിച്ചു പോയി, രണ്ടാമത്തെ കളി ഒരു തന്നെ വലിയ വിഴിഞ്ഞത്തെ വലിയ പ്ലെയറത്തൊക്കെ പറഞ്ഞ് വന്നതാ. ചേട്ടാ ഇതില് ചാടിക്കറാൻ പോവാ. ചുമ്മാ അണ്ണൻ ബാറ്റ് പോലെ ചേട്ടൻ പോലും. അതെ, പുതിയ ബാറ്റാ. ഇങ്ങോട്ട് നോക്കിയാ നോക്കട്ടെ. നമുക്കതിലേ വരാട്ടോ. ഈശ്വരാ വീണേ കേറി ബൈ. പോലെ ഇത് നമ്മുടെ പാർക്കിന്റെ മിഡിൽ സെക്ഷനാണ്. ഇവിടെ കൂടുതലും പ്ലേ ഗ്രൗണ്ട്സും കോർട്ടുകളും കാര്യമാണ് മെയിൻലി. നെക്സ്റ്റ് ഇത് ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ ഏരിയ ആണ്. ഇവിടെ ഇന്ത്യൻസ് ഒന്നും അങ്ങനെ കാണാറില്ല. ഇവിടെയുള്ള ആൾക്കാരാണ് കൂടുതലും കളിക്കുന്നത്, ഒക്കെ പിള്ളേരാണ്. ഓ പോരാ ഗൈസ്, പോരാ. Again. That's my boy. They look so cute. So playful. Hello. Thank you. ഈ ബെഞ്ചിൽ എന്താണ്? ഈ ബെഞ്ചിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ആഹാ, ഒന്ന് വായിച്ചേ കേക്കട്ടെ. അത് വെൽസിൽ ആദ്യം എഴുതിയിരിക്കുന്നത് വെൽഷ് ഭാഷയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ്. വെൽഷ് എന്ന് പറയുന്നത് സെയിം എന്താ പറയുക, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് വായിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദുനിയാവിലില്ലാത്തൊരു ഭാഷയാണ്. അതെ, അപ്പൊ അവര് പറഞ്ഞേക്കുന്നത് സിറ്റ് ഹിയർ ഇഫ് യു ഡോണ്ട് മൈൻഡ് സംവൺ സ്റ്റോപ്പിംഗ് യു ടു സേ ഹലോ. നമുക്ക് ട്രൈ ചെയ്താലോ? അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് അവരടുത്ത് ഹായ് പറഞ്ഞാൽ അവര് തിരിച്ചു പറയുമായിരിക്കും. ആ പറയായിരിക്കും, ഇരിക്കും, നോക്കാം നമുക്ക്. നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ടേക്ക് അവേസും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. This is the third and final and the best of it all. Best part of the whole park. ബോട്ടാണിക് ഗാർഡൻ ആണ്. Botanic. നമ്മളെപ്പോഴും അപ്പുറത്തോട്ട് വരുന്നുണ്ട്, ഇത് അറിയില്ല. ഇത് ഫ്രീ ആണാവോ? £2.5 എത്ര പഴം വാങ്ങി തിന്നാ? ഞങ്ങളുടെ ജിമ്മിനാണ് ഗൈസ്. കാണിച്ചു കൊടുത്തടാ ബൈസിപ്സ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുമ്പോൾ ശ്മശാനം പോലെ തോന്നിയാലും ഓരോ സ്ഥലത്തും ഓരോ വെറൈറ്റി പൂക്കളാണ് പിടിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ മഞ്ഞ, വൈറ്റ്, റെഡ് ഒക്കെ വെറൈറ്റിയാണ്. ചേട്ടൻ അവിടെ എന്തോ സീക്രട്ട് കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. എന്താ സീക്രട്ടാണോ? ചോദിച്ചാലോ കുറച്ച് തരുമെന്ന്. ഇത് വീണ്ടും കറങ്ങി അവിടെ ഞങ്ങളെ പെമ്പിള്ളേരോ ആമ്പിള്ളേരോ? അല്ലാണ്ട്
അല്ലാതെ ഇയാള് സൈക്കിൾ ട്രെയിലാണെന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ കൂടുതലും സൈക്കിൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട് സൈക്കിൾ ട്രെയിൽസ് ഇവിടെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലത്തെ തോട് വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. 5 വ്യൂസും 2 സബ്സ്ക്രൈബേഴ്സും ഉള്ള ഇവരുടെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷിക്കുന്നു. കോപ്പിറൈറ്റ്സ് കിട്ടിയോ? തുടർന്നോ? എവിടെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അണ്ണനെ വളരുന്നതിന് മുന്നേ നുള്ളിക്കളഞ്ഞു. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നാട്ടില് മഴയും വെള്ളച്ചാട്ടവും മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. കണ്ടോ പങ്കൂടെ വിട്ട് അതിന്റെ അറ്റത്ത് വന്നിരിക്കുന്നത് ചത്താണോ? കാണാൻ പോണത് പിള്ളേരുടെ പ്ലേയിങ് ഏരിയാസും കാര്യങ്ങളാണ് മെയിൻലി. ഇവിടെയാണ് ഫാമിലി ആയിട്ട് പിള്ളേരെയും കൊണ്ട് വീക്കെൻഡ്സിലെ ആൾക്കാർ വരുന്നത്. ഇവിടെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു പതിവിൽ കൂടുതൽ മുസ്ലിം ഗേൾസ്, മെയിൻലി പാകിസ്ഥാനീസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ഭംഗിയാ കാണാൻ. പ്രായമായല്ലോ ഗായ്സ്. ഷിയാസ് കല്യാണം ആലോചിക്കുന്നുണ്ട്. അല്ല, ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ്. ഇയാള് കല്യാണം കഴിച്ചതാണ് കേട്ടോ. ഇനി ഞങ്ങൾ ലേക്കിൽ വിമലാട്ട് ഐസ്ക്രീം 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 പറഞ്ഞ മെയിൻ പാർക്ക് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. മേഡം എന്തെങ്കിലും പറ. ഏതാ? ഓക്കെ. ആ, ആരുടെ ഓർമ്മിക്കാ? ആരുടെ ഓർമ്മിക്കാ? ഒരു സ്മാരകമാണ് പറയണേ. ആ, ഇത് വന്നിട്ട് ഒരു എന്താ പറയാ ഇവിടുത്തെ ഡാമിന് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്താണ്. ഹിസ്റ്ററി അതിനകത്തുണ്ട്. നല്ല അരയന്നങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അരയന്നത്തിന്റെ അടുത്തേക്ക് പോവാം. നമുക്ക് പതുക്കെ പോയാൽ വിഷയമാവും. കാരണം വേറെ ഒരു തവണ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ അവനെ പിടിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല രീതിയിൽ ഇതിനെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.